മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പിന്തുണയ്ക്കില്ലെന്ന് ബി.ഡി.ജെ.എസ് നേതാവ് കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ തുറന്നു പറച്ചിൽ. പീപ്പിൾ ടിവിയുടെ അന്യോന്യം പരിപാടിയിൽ എൻ.പി. ചന്ദ്രശേഖരന് നൽകിയ അഭിമുഖത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ തുറന്നു പറച്ചിൽ. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുന്നു. ഷാജി, ഒരുപക്ഷെ മലപ്പുറം പോലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പോലും ഈ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ അക്കമിട്ട് പറഞ്ഞത്? ജിംഷാദ്, കഴിഞ്ഞ ദിവസം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ വസതിയിൽ കൈരളി TV ന്യൂസ് ഡയറക്ടറുമായി നടത്തിയ അഭിമുഖത്തിലാണ് SNDP ജനറൽ സെക്രട്ടറി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. താൻ BDJSന്റെ ആളല്ലെങ്കിൽ കൂടി തനിക്ക് BDJSന്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വരുന്ന മലപ്പുറം തെരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും BJPയെ BDJS പിന്തുണയ്ക്കേണ്ട കാര്യമില്ല. കാരണം പിന്തുണയ്ക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഇതിന് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചയും BDJSുമായി നടത്തി. സാധാരണഗതിയിൽ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ NDA എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കക്ഷികളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത്, ഇപ്പോൾ മലപ്പുറത്ത് മത്സരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ അവർ പറയുന്നത് UDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. നേരെ മറിച്ച് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് CPMന്റെ ആണെങ്കിൽ പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. എന്നാൽ BJPയുടെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി എന്നവർ പ്രഖ്യാപിക്കാറില്ല. അത് BJP സ്ഥാനാർത്ഥി എന്ന് മാത്രമാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഒരു BJP സ്ഥാനാർത്ഥിയെ അവർ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തിന് BDJS അവരെ പിന്തുണയ്ക്കണം? അങ്ങനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തീർത്തും പറഞ്ഞു, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ഒരു നിർണായക ഘടകം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് BDJSന്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഭാവിയിൽ അത്തരം പ്രവർത്തനങ്ങളൊന്നും BDJSന്റെ ഭാഗത്ത് നിന്നും BJPക്ക് ലഭിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് പ്രധാന കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അവർണ വിഭാഗത്തിനോട് പൂർണ്ണമായിട്ടുള്ള ഒരു അവഗണനയാണ് ഈ BJP നേതൃത്വത്തിനുള്ളത്. സവർണ വിഭാഗത്തെ മാത്രമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളെ പോലുള്ള ആളുകളുമായിട്ട് അവർ യാതൊരുവിധ കാര്യങ്ങളും ചർച്ച ചെയ്യാറില്ല. BJP എന്നുള്ള തരത്തിൽ BDJS സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറിച്ച് ഒരു സഹായം ഇതുവരെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കേന്ദ്ര നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ചർച്ച നടത്തിയിരുന്നു. കേന്ദ്രത്തിലെ ചില നേതാക്കളുമായി കേന്ദ്ര നേതൃത്വത്തെ കാണാൻ ചെന്നാൽ പോലും കേരളത്തിലെ നേതാക്കളെ പോലും കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുന്നില്ല. കാരണം കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ BJP നേതൃത്വത്തെ കേന്ദ്ര BJP നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാര്യം അത്തരത്തിൽ ഒരു പ്രവർത്തനം കേരളത്തിൽ BJPയുടെ ഭാഗത്ത് നടക്കുന്നില്ല. പരസ്പരം കുത്തും അല്ലെങ്കിൽ തമ്മിൽ കുത്തും അല്ലെങ്കിൽ പരസ്പരം കുതികാൽ വെട്ടൽ തുടങ്ങിയ പരിപാടികൾ മാത്രമാണ് കേരളത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഇപ്പോൾ മലപ്പുറത്ത് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി BDJS അല്ലെങ്കിൽ NDA എന്നുള്ള ഒരു ഘടകകക്ഷി അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിലല്ല നിർത്തിയിരിക്കുന്നത്, BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ട ബാധ്യത BDJS ഇല്ല. അതുകൊണ്ട് BDJS അവിടെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരുവിധ പ്രവർത്തനം നടത്തില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുകയുണ്ടായി. കേരളത്തിൽ 50 കൊല്ലം കഴിഞ്ഞാൽ പോലും കേരളത്തിൽ BJPക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJPയുമായിട്ടുള്ള മുന്നണി ബന്ധം തുടരണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വേണമെങ്കിലും തങ്ങൾ മുന്നണിക്ക് തയ്യാറാണ് എന്നൊരു സൂചന കൂടി വെള്ളാപ്പള്ളി നടേശൻ തന്നിട്ടുണ്ട്. കേരളത്തിലെ ഘടകങ്ങൾ, അതായത് BJPയുടെ നേതൃത്വങ്ങൾ തമ്മിലുള്ള വഴക്കാണ് പ്രധാനമായിട്ടും കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ മൊത്തം തകിടം മറിയാൻ കാരണം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയുമായിട്ട് മുൻപോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയില്ല. തങ്ങളുടെ ബന്ധം കേന്ദ്ര നേതൃത്വവുമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ നേതൃത്വവുമായിട്ട് തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നടക്കുന്ന മലപ്പുറം തെരഞ്ഞെടുപ്പിൽ പോലും NDA എന്നുള്ള ഒരു മുന്നണിക്ക് പകരം BJPയുടെ സ്ഥാനാർത്ഥി സ്വന്തമായി നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല, BJP ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. അത് മറ്റു പാർട്ടികൾക്ക് കോലിബി സഖ്യത്തിനുള്ള സാധ്യത മറ്റുള്ളവർ ഉന്നയിച്ചാൽ പോലും അത് തള്ളിക്കളയാൻ കഴിയില്ല. അല്ലെ മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ BJPയുടെ ഉള്ള വോട്ട് മറിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അന്യോന്യം പരിപാടിയിൽ SNDP ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞത്. തീർച്ചയായും, അതായത് ഷാജി, ഒരുപക്ഷെ നിർണായകമായ കാര്യം, ഡൽഹിയിൽ പോയാൽ പോലും ടിക്കറ്റിന്റെ കാശ് നഷ്ടം എന്നതടക്കമുള്ള BJPയോടുള്ള വിരുദ്ധഭാവങ്ങൾ പല ഘട്ടങ്ങളിലും ഈ അടുത്തിടെയായി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരുന്നു. അതിനെതിരെ ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ വളരെ തുറന്നു പറയുകയാണ്, BDJS എങ്ങനെയാണ് BJPയുമായുള്ള ബന്ധം നഷ്ടമാകുന്നത്, ഒരുപക്ഷെ മുന്നണി മര്യാദയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ പോലും ചെയ്തിരിക്കുന്നത്. അത് തങ്ങളോടുള്ള അയിത്തമാണ്. ഇത് ഉള്ളിൽ BDJSനോട് കാണിക്കുന്ന അവഗണനയുടെ ഒരു ബഹുസ്ഫുരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിസ്ഫോടനമാണ് വെള്ളാപ്പള്ളിയിൽ നിന്നും ഏറ്റവും ഒടുവിലെത്തിയത്. ഷാജി,
തീർച്ചയായിട്ടും അജിൻഷാദെ, അങ്ങനെ വേണം നമുക്കതിനെ കാണേണ്ടത്. കാരണം BDJS ഭാവിയിൽ BJPയുമായിട്ട് യോജിച്ച് പോവില്ല എന്നുള്ളതിന് സൂചനകൾ നേരത്തെ മുതൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ BJPയുടെ കേന്ദ്ര നേതൃത്വവുമായിട്ട് കേരളത്തിലെ BDJS നേതാക്കൾ നടത്താൻ ശ്രമിച്ച ചർച്ചകൾ. ഈ ചർച്ചയിൽ നിന്നും BDJSന്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്തിരുന്നില്ല. ഇദ്ദേഹം NDAയുടെ കൺവീനർ എന്ന പദവിയാണ് കേരളത്തിൽ ഇദ്ദേഹത്തിന് പാർട്ടി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാതിരുന്നത് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോടുള്ള വിയോജിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. NDAയുടെ പ്രവർത്തനം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല. BJPയുടെ പ്രവർത്തനവുമായി മുൻപോട്ട് പോകുന്നു. BJP എടുക്കുന്ന സമരങ്ങൾ BJP മാത്രമാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിലുള്ള പ്രവർത്തനം കേരളത്തിൽ BJP നേതൃത്വം നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BDJS ഭാവിയിൽ BJPയുമായിട്ട് ലയിച്ച് മുൻപോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ള കാര്യം തുറന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. തീർച്ചയായും ഇത് വലിയ അനുരണനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ BJPയെ പോലെ കേരളത്തിൽ പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കി കടന്നുകൂടാൻ ശ്രമിക്കുന്ന പല ശ്രമത്തെയും BJPയുടെ അത്തരത്തിലുള്ള സംരംഭങ്ങളെ ഒക്കെ പൊളിക്കുന്നതാണോ, അതോ കേവലം ചില സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള പറച്ചിലുകളാണോ, അതോ അതിനപ്പുറത്തേക്ക് പോകുന്നതാണോ? ഒരു പക്ഷേ നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ പല വിധത്തിലുള്ള ഇത്തരമുള്ള വിയോജിപ്പുകൾ പറയുമ്പോൾ അതൊക്കെ കേവലം സമ്മർദ്ദങ്ങളാണ്, സ്ഥാനമാനങ്ങൾ കൂടുതൽ വസൂലാക്കാൻ എന്ന രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ മലപ്പുറം പോലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണ് BJPയുടെ സ്ഥാനാർത്ഥി BJPയുടേത് മാത്രമാകുന്നു. ഫൈസൽ ആയിക്കോട്ടെ, കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ, അത് LDFന്റെയും UDFന്റെയും പൊതു സ്ഥാനാർത്ഥിയാകുന്നു. പക്ഷേ NDAയുടെ സ്ഥാനാർത്ഥിയായല്ല, BJPയുടെ മാത്രം സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ എത്തുന്നത്. ഇതാണ് മുന്നണിക്ക് ഉള്ളിലെ കൂട്ടുത്തരവാദിത്വം, അവഗണനയൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ കാരണമായി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവഗണനയുടെ മുഖങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ നിരത്തുന്നത് നമ്മുടെ അഭിമുഖത്തിൽ? അജിൻഷാദ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹം ഈ മുന്നണി രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ BDJS എന്നുള്ളൊരു പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്നോക്ക സമുദായ ഐക്യം രൂപീകരിക്കുന്നതിന് അദ്ദേഹം മുന്നിട്ടിറങ്ങിയത് പിന്നോക്ക സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷെ അതിനുശേഷം BJPയുമായിട്ടും സഖ്യം ചേർന്നതിന് ശേഷം മേധാവിത്വം പൂർണ്ണമായിട്ടും പിന്നോക്ക സമുദായത്തിന് ലഭിക്കുന്നില്ല. സവർണ മേധാവിത്വവുമായിട്ടാണ് BJP മുൻപോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് അവർ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും ഒക്കെ നൽകുന്നത്. തങ്ങളെ പോലുള്ള താഴെത്തട്ടിലുള്ള ജനങ്ങളെ അവർ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മാത്രമാണ് തങ്ങളുടെ സേവനം അല്ലെങ്കിൽ തങ്ങളുടെ സഹായം അവർക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ആവശ്യഘട്ടങ്ങളിൽ അവരെ സഹായിക്കാനും അല്ലാത്തപ്പോൾ അവഗണന നേരിടുന്നതിനും വേണ്ടി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്നത്. മാത്രവുമല്ല ഇപ്പോൾ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ അത് പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും NDA ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു സംവിധാനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഘടകകക്ഷികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള BDJS അടക്കമുള്ള മറ്റു പാർട്ടികളും ഒക്കെ ആയിട്ട് ചർച്ച നടത്തി എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ആയിരിക്കണം നിർത്തേണ്ടിയിരുന്നത്. ഇതിന് പകരം BJP തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും BJPയുടെ പേരിൽ തന്നെ അവിടെ മത്സരിക്കാൻ തയ്യാറാകുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ BDJS എന്നുള്ള തങ്ങളുടെ ആവശ്യം, BDJS എന്നുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യം സ്വാഭാവികമായിട്ടും BJPക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ BJPയെ സഹായിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇത്തരത്തിൽ നിരവധി ഷാജി നിലനിൽക്കൂ, ഷാജി തുടരൂ, ദയവായി തുടരൂ. ഇപ്പോൾ നമ്മോടൊപ്പം BJP നേതാവ് ശ്രീ JR പത്മകുമാർ ചേരുകയാണ്. ശ്രീ JR പത്മകുമാർ, അതായത് വലിയ രീതിയിൽ കൊണ്ടുപിടിച്ച് രൂപപ്പെട്ട ഒരു മുന്നണിയാണ്. അതിൽ ഇതാ കല്ലുകടിയായിരിക്കുന്നു. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ, മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ BJPയുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറയുന്നു. അല്ല, അദ്ദേഹത്തിന് അതങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അദ്ദേഹം SNDPയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അത് സ്വാതന്ത്ര്യമുണ്ട്. BDJS രാഷ്ട്രീയ പാർട്ടിയാണ്. SNDP മാത്രമല്ല BDJSിലുള്ളത്. BDJS നിരവധി കക്ഷികൾ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് BDJS. അത് കഴിഞ്ഞ ദിവസം അതിന്റെ അഖിലേന്ത്യാ ചെയർമാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് BDJSന്റെ അഭിപ്രായം. NDAയുമായി പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല, ചില അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, അത് പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BDJS ഒരു കാരണവശാലും NDA വിട്ടുപോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നത്. തീർച്ചയായും അത് സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു മറുപടി മാത്രമാണ് ശ്രീ JR പത്മകുമാർ. അതായത് ഇത്തരത്തിൽ BDJSനെ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന
വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയ വിജയമാണെന്ന് ആഘോഷിക്കുന്ന ബി ജെ പിക്ക് ഇത്തരത്തിൽ ബി ജെ പിക്കെതിരെ ഒരു തുറന്നു പറച്ചിലുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന അസ്വാരസ്യത്തിന്റെ അനുരണനങ്ങളെ സംബന്ധിച്ച് കൂടിയാണ് താങ്കളുടെ പ്രതികരണം വിന്യസിക്കേണ്ടത് ശ്രീ പത്മകുമാർ. അങ്ങനെയല്ലല്ലോ, അദ്ദേഹം ഇപ്പം ഇന്ന് പറഞ്ഞത് മാത്രമല്ല, നേരത്തെയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുന്നണികൾക്കെതിരായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ചാനൽ തന്നെ ഒരാഴ്ച തുടർച്ചയായിട്ട് വെള്ളാപ്പള്ളി NDA-യുമായി യോജിക്കണമെന്നും ഒരു ഘട്ടത്ത് പറഞ്ഞ സമയത്ത് നടത്തിയിട്ടുള്ള ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ അത് അദ്ദേഹത്തിന് ഓരോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം ശ്രീ പത്മകുമാർ, വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ട് ബി ജെ പിയെ കുറിച്ച് അങ്ങനെ പറയാനാകുന്നു? മലപ്പുറം പോലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ബി ജെ പിയുമായി സഹകരിക്കില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ ബി ജെ പിയുടെ പരാജയം ഒന്ന്. അത് ബി ജെ പി ഉയർത്തുന്ന BDJs അടക്കമുള്ള പാർശ്വവൽകൃത ജനസമൂഹത്തെ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നതിലെ ആ രാഷ്ട്രീയത്തോടുള്ള അവഗണന, ഇതൊക്കെയാണ് പ്രതിഫലിക്കുന്നത്. അതിനുള്ള ബി ജെ പിയുടെ മറുപടിയാണ് അറിയേണ്ടത് ശ്രീ പത്മകുമാർ. ജിംഷാദ്, അത് താങ്കളുടെ ഒരു വിലയിരുത്തലും നിരീക്ഷണമാണ്. ഇതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. അല്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകൾ വേണമെങ്കിൽ കേൾപ്പിക്കാം. ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനുമായി നടത്തിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. ഞങ്ങൾ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് BDJS എന്നുള്ള സംഘടനയുമായിട്ടാണ്. BDJSന്റെ അഖിലേന്ത്യാ പ്രസിഡന്റോ BDJSന്റെ ഭാരവാഹികളോ അത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടില്ല. SNDP ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയുന്നത് അതിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. BDJS NDA-യുടെ ഘടകകക്ഷിയാണ്. ആ NDA വേദിയിൽ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ BDJS പരസ്യമായി പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ മറുപടി പറയേണ്ടത്. ശരി അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു. അതവിടെ തീർന്നു ശ്രീ പത്മകുമാർ, അതവിടെ തീർന്നു. ഇനി രണ്ടാം ഘട്ടം, ബി ജെ പിയെ കുറിച്ച്, NDA-യെ കുറിച്ച്, NDA-യോടുള്ള BJP സമീപനത്തെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ശ്രീ പത്മകുമാർ? അത് അദ്ദേഹത്തിനോട് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഇനി BJP ആണ് പറയേണ്ടത്. BDJS-ന്റെ അഖിലേന്ത്യാ ചെയർമാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി അവരുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചില വിഷമങ്ങളുണ്ട്. അത് നേതൃത്വത്തോട് BJP നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. UP തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു അതിൽ എൻഗേജഡ് ആയിരുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും കേരളത്തിന് ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാതെ പോയത്. അത് പരിഹരിക്കപ്പെടുമെന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു അർത്ഥത്തിലും NDA-യുമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നത്. ശരി, തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇതൊരു കൾമിനേഷനാണ്. ഇന്ന് അഭിമുഖത്തിൽ നിർണായകമായ ഒരു കാര്യം പറഞ്ഞുവെങ്കിലും ഇതിന് തൊട്ടു മുമ്പ് പല കാര്യങ്ങളും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഡൽഹിയിലേക്ക് പോയാൽ വിമാന ടിക്കറ്റ് കൂലി നഷ്ടം, അല്ലാതെ ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ അവഗണന നമ്പർ 1. ഇന്ന് മലപ്പുറം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സ്പെസിഫിക് ആയി ഞങ്ങളുടെ അഭിമുഖത്തിൽ പറഞ്ഞു എന്നതാണ് അതിലെ ഏറ്റവും വലിയ ക്രീം ഹൈലൈറ്റ്. ഇവിടെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ഈ രീതിയിൽ BJP-യോട് പറയാനാകുന്നു? അതിനെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന വാദത്തെ സംബന്ധിച്ച് BJP അഡ്രസ് ചെയ്യാൻ പോലും നിൽക്കുന്നില്ല ശ്രീ പത്മകുമാർ. താങ്കൾ പേടിക്കുന്നു? ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, NDA-യുടെ അഭിപ്രായം NDA-യുടെ കൺവീനർമാർ പറഞ്ഞിട്ടുണ്ട്. NDA-യുടെ സംസ്ഥാന കൺവീനറാണ് തുഷാർ വെള്ളാപ്പള്ളി. NDA-യിൽ എന്തെങ്കിലും അസ്വാരസ്യമുണ്ടെങ്കിൽ അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം പറയാത്തിടത്തോളം കാലം ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തെങ്കിലും അതിർത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, അത്രയേ ഉള്ളൂ. NDA വേദിയിലാണ് അദ്ദേഹം പറയേണ്ടെങ്കിൽ അത് വലിയ പറയട്ടെ. ശരി, ഒരു കാര്യം കൂടി പത്മകുമാർ, ശ്രീ പത്മകുമാർ, അതായത് ഫൈസൽ LDF സ്ഥാനാർത്ഥിയാണ്. CPIM-കാരനാണെങ്കിലും LDF സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. കുഞ്ഞാലിക്കുട്ടി ലീഗ് സ്ഥാനാർത്ഥിയാണെങ്കിലും UDF എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ BJP-യുടെ സ്ഥാനാർത്ഥിയെ മാത്രം NDA-യുടെ സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല, BJP സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് പറയുന്നത്. അത് നിങ്ങളുടെ അത്തരത്തിലുള്ള വല്യേട്ടൻ മനോഭാവത്തിന്റെ ഉദാഹരണമാണ്, തങ്ങളോടുള്ള അവജ്ഞയും ഭാഗമാണെന്നാണ് വെള്ളാപ്പള്ളി മുമ്പോട്ട് വെച്ച ഒരു വാദം. അതിനുള്ള മറുപടി, BJP മത്സരിച്ച സീറ്റിൽ BJP സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനു ശേഷം NDA-യുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ആ ലിസ്റ്റ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് പോയത്. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് അത് അംഗീകരിച്ച് പുറത്ത് ലിസ്റ്റ് ഡൽഹിയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. NDA-യുടെ അനുവാദത്തോടുകൂടി BJP സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണം. പക്ഷേ ഒരു കാര്യം കൂടി ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതായത് താങ്കൾ പറയുന്നത് പോലെ ഇത് നിസ്സാരമായി കാണിക്കാവുന്ന കാര്യങ്ങളല്ല.
തുഷാർ വെള്ളാപ്പള്ളിയെ നിങ്ങളുടെ നേതാവ് അമിത് ഷാ കോയമ്പത്തൂരിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ചർച്ച ചെയ്യാൻ. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പല കാര്യങ്ങളുടെയും ഒരു തുടർച്ചയാണത് എന്ന് കാണാമോ? സമ്മേളനം ഞങ്ങളുടെ സമ്മേളനമല്ല, RSSന്റെ സ്വയം സേവക സംഘത്തിന്റെ അതിൽ രാഷ്ട്രീയ പരിവാർ സംഘടനയിലെ ആളുകളെയാണ് വിളിച്ചിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളിയെ അദ്ദേഹം BJPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് കോയമ്പത്തൂർ എത്തുന്നത് കൊണ്ട് അഭിപ്രായം പറയാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാന്യമായ ഒരു NDA നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മാന്യമായി അദ്ദേഹത്തിന്റെ പരാതികൾ കേൾക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ളതാണ്. അതിൽ കോയമ്പത്തൂർ സമ്മേളനവുമായി അതിന് യാതൊരു ബന്ധവും അല്ല. കോയമ്പത്തൂർ സമ്മേളനവുമായി ബന്ധമില്ല. ആ സമ്മേളനത്തിന്റെ അവസാന ദിവസം 21-ാം തീയതി അമിത് ഷാ വരുന്നുണ്ട്. അവിടെ വെച്ച് കാണാനാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി ഉയർത്തിയ പല കാര്യങ്ങളുടെയും ഒരു തുടർച്ചയായി കാണാമോ ഞങ്ങൾക്ക് എന്നാണ് ചോദിച്ചത്. അല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണാം. NDA വസ്തുതയുണ്ടല്ലോ, NDAയുടെ ഘടകകക്ഷിയായ BDJS ചില പരാതികൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി UP തെരഞ്ഞെടുപ്പിന് ശേഷം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്ന് ഓൾ ഇന്ത്യ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ കഴിഞ്ഞ ദിവസം BDJS പറഞ്ഞത്. അവരുടെ പ്രശ്നങ്ങൾ ശ്രീ പത്മകുമാർ ദയവായി തുടരൂ. മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, വളരെ കൂർമ്മ ബുദ്ധിയോടെ വളരെ അളന്നു കുറിച്ചാണ് ശ്രീ പത്മകുമാർ ഇതേ സംബന്ധിച്ച് പ്രതികരിച്ചത്. അത് വെള്ളാപ്പള്ളി നടേശന്റെ കേവലമായ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഞങ്ങൾ നോക്കുന്നത് BDJSന്റെ ഔദ്യോഗിക നേതൃത്വവും അതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കാം. ഒരു പക്ഷേ ഇന്ന് രൂപപ്പെടുന്ന സംഭവ വികാസങ്ങളെ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാനാകുന്നത് ശ്രീ ജേക്കബ് ജോർജ്? അല്ല, എനിക്ക് തോന്നുന്നത് കുറെ ആഴ്ചകളായി, കുറെ മാസങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ BJPയുമായിട്ട് അകലാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസുമായിട്ട് അടുക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം സുധീരനെതിരെ അധിക്ഷേപം ചൊരിഞ്ഞത്. സുധീരൻ ആ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസുമായിട്ട് സഹകരിക്കാം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഭാഗമാണോ അല്ലയോ, യാദൃച്ഛികമാണോ അല്ലയോ, എന്താണെങ്കിലും VM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനം ആ സമയത്ത് തന്നെ ഒഴിഞ്ഞു എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇതിനിടയ്ക്ക് ഉമ്മൻചാണ്ടി പലതവണ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കാൻ. അതേസമയം BJP ഉന്നയിക്കുന്നത് BDJS വേറെയാണ്, SNDP യോഗം വേറെയാണ്, BDJSുമായിട്ട് തന്നെത്താൻ സംസാരത്തിൽ കാര്യങ്ങൾ തീരും എന്നാണ് ഒരുപക്ഷെ BJP ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഷ്ട്രീയം തന്നെയാണ്. സമുദായമാണെങ്കിലും രാഷ്ട്രീയത്തിൽ വന്നാൽ അവർക്ക് രാഷ്ട്രീയമായിട്ട് മാത്രമേ ഇടപെടാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും. ശ്രീ JR പത്മകുമാർ, സംഭവം അറിയുന്നുണ്ടോ? അടി ചോരുന്നു. അതായത് നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി നടിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യം ജേക്കബ് ജോർജ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിച്ച് അടിവരയിടണം. അതായത് മലപ്പുറത്ത് ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഞങ്ങൾ പ്രത്യുപകാരം ചെയ്യുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. സുധീരൻ മാറുന്നു, ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, BJPക്കെതിരെ നിരന്തരമായി വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവനകൾ ഇറക്കുന്നു. ഏറ്റവും ഒടുവിൽ പീപ്പിൾ TVക്ക് നൽകിയ അഭിമുഖത്തിൽ, NP ചന്ദ്രശേഖരന് നൽകിയ അഭിമുഖത്തിൽ പോലും അദ്ദേഹം വ്യക്തമാക്കുന്നു മലപ്പുറത്ത് BJPയുമായി സഹകരിക്കില്ലെന്ന്. ഇതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചുകൊട്ടെ, തുറന്നു പറയൂ ശ്രീ പത്മകുമാർ. താങ്കളുടെ വിശകലനം വളരെ രസമായിരിക്കുന്നു. അവസാനം ഇത് എത്രയും വിശകലനം നടത്തിയിട്ടും CPMന് ഗുണമുണ്ടാകുന്നില്ലല്ലോ എന്നാണല്ലോ താങ്കൾ പറഞ്ഞത് മനസ്സിലാകുന്നത്. അത് CPMകാർ പറയും. ഇത് നമ്മൾ ഒരു മാധ്യമ ചർച്ചയല്ലേ ശ്രീ പത്മകുമാർ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ NDA എന്നുള്ള നിലയിൽ ഇന്ന് കേരളത്തിൽ നിങ്ങളൊരു രാഷ്ട്രീയ ഒരു നിരീക്ഷകൻ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. കേരളത്തിൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഘട്ടം ഘട്ടമായി ജനസ്വാധീനം വർദ്ധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. NDA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നോക്കിയാൽ NDA ആണ്. ബാക്കി എല്ലാ കക്ഷികളും സീറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ വോട്ടിംഗ് നിലവാരത്തിൽ ജനങ്ങളും അത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ ആർജിച്ച ആ ജനപിന്തുണയിൽ നിന്ന് കുറവുണ്ടാകുന്നു, വളരുന്നത് ഞങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയോ NDAയുടെ പ്രവർത്തനത്തെയോ അതിനൊന്നും തളരാൻ പോകുന്നില്ല. ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അവിടെ CPMനെ ഈ മുസ്ലിം ലീഗിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അച്ചാരം CPM വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ. പക്ഷേ BJPയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനാണ് സ്നേഹിച്ചവർക്ക് പ്രത്യുപകാരം നൽകുമെന്ന് പറയുന്നത്. അതാരെയാണ് ഉദ്ദേശിച്ചാണ്?
അല്ല, അത് അദ്ദേഹമാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, BDJS ഞങ്ങളുടെ NDA കൂടുമ്പോൾ അവിടെയാണ് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച അവിടെ വരുമ്പോൾ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവും. അതിന് അഭിപ്രായം രാഷ്ട്രീയ മുന്നണിയാണ്, രാഷ്ട്രീയ കക്ഷികൾ പോലും വ്യക്തഭിപ്രായം ഉണ്ടാവും. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെ മാത്രം കാണാവുന്ന ഒരു കാര്യമാണോ? നമുക്കറിയാം സുധീരൻ വെള്ളാപ്പള്ളി നടേശനുമായി ഒരുപക്ഷെ വലിയ വൈരാഗ്യമുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക്, വ്യക്തിപരമായി പോലും ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്കാണ് അവരുടെ പെരുമാറ്റങ്ങൾ. ആ രീതിയിലുള്ള സുധീരൻ രാജിവെച്ച് പിൻവാങ്ങുന്നു. വെള്ളാപ്പള്ളി നടേശനുമായി ഉമ്മൻചാണ്ടി രഹസ്യമായി ചർച്ചകൾ നടത്തുന്നു. പല വിധത്തിലും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തെത്തുന്നു. ഈ ഘട്ടത്തിൽ BJPക്കെതിരെ സജീവമായി നിലനിൽക്കുന്നു. ഒടുവിൽ പീപ്പിൾ TVക്ക് നൽകിയ ഈ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമാക്കിയിരിക്കുന്നു, ഞങ്ങൾ മലപ്പുറത്ത് സ്നേഹിച്ചവരെ സ്നേഹിക്കൂ, BJPയുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ JR പത്മകുമാർ പറഞ്ഞ ആ ഔദ്യോഗിക ഭാഷ്യത്തിനപ്പുറത്തേക്ക് പോകേണ്ടതില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് തലയെ കൂടി ആർക്കെതിരെ പ്രസംഗിക്കുന്നുള്ളതല്ല. ഞങ്ങൾ NDA എന്നുള്ളൊരു മുന്നണി, ആ കമ്മിറ്റി കൂടുമ്പം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, പൊതുവായി എടുക്കുന്ന തീരുമാനങ്ങൾ, കേരളത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ, NDA എന്ന് പറഞ്ഞൊരു സഖ്യം തന്നെ ഉണ്ടായത് കഴിഞ്ഞ 60 വർഷക്കാലമായി കേരളത്തിൽ മാറി മാറി ഭരണം നടത്തി കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് തടസ്സമായി നിന്നിട്ടുള്ള, ഇവിടുത്തെ സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ സംസ്ഥാനത്തെ പൊതുവെ തകർത്ത ഈ രണ്ട് മുന്നണികൾക്കുമെതിരായി ഒരു മൂന്നാമതൊരു ശക്തി വരണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചെറുതും വലുതുമായ പക്ഷെ ആയിക്കോട്ടെ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനാണ് BJP എതിർത്ത് പറഞ്ഞത്, UDFിലും LDFിലും അല്ലല്ലോ ശ്രീ പത്മകുമാർ. നമുക്ക് വാർത്തയുടെ ചില പുതിയ മാനങ്ങൾ കൂടി കാണാം, അത് വിശദാംശങ്ങൾ കൂടി അറിയാം. ശ്രീ പത്മകുമാർ ദയവായി തുടരൂ. ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാനിലേക്ക് കൂടി. ഷാജി, നമ്മളുടെ ഈ വാർത്ത വരുന്നു, കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ BJPക്കെതിരെ തുറന്നടിക്കുന്നു. ഈ ഘട്ടത്തിൽ തന്നെ അമിത്ഷാ തുഷാർ വെള്ളാപ്പള്ളിയെ കോയമ്പത്തൂർ നടക്കുന്ന സമ്മേളന നഗരിയിൽ താരെത്തും, അവിടെ എത്തണം, ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അജിംഷാദ്, ഇത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് 2 ദിവസം മുൻപാണ് നമ്മൾ അന്യോന്യം പരിപാടി കേരള TVയുടെ ഡയറക്ടറുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. വെള്ളാപ്പള്ളി നടേശൻ തന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ BJP സംസ്ഥാന നേതൃത്വത്തിനിടയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ വാർത്ത കുറച്ചുകൂടി ശക്തമായി മുൻപോട്ട് വന്ന ഇന്നത്തെ സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ കോയമ്പത്തൂരേക്ക് എത്താനായിട്ട് അമിത്ഷാ ക്ഷണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കേരളത്തിലെ BDJS നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിൽ BJPയും BDJSും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നതിന് അടിയന്തരമായിട്ട് കോയമ്പത്തൂരിൽ ചെല്ലാനായിട്ട് BDJS നേതാവ് കൂടിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചിരിക്കുന്നത്. ഇദ്ദേഹം NDAയുടെ കൺവീനർ കൂടിയാണ്. എന്നാൽ മലപ്പുറം സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചപ്പോൾ സാധാരണഗതിയിൽ LDFന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി, ഇത്തരത്തിലാണ് മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മലപ്പുറത്ത് BJP മാത്രം NDA സ്ഥാനാർത്ഥി എന്നതിലുപരി BJP സ്ഥാനാർത്ഥി എന്ന പേരിലാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു സമയം മുമ്പ് BJP നേതാവ് തന്നെ ചർച്ചയിലൂടെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾ NDA ആയിട്ട് പ്രവർത്തിക്കുമെങ്കിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് BJPക്ക് വളരെ ശക്തി കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BDJSനെ ഇപ്പോൾ BJPയിൽ നിന്നും അകറ്റി നിർത്താൻ കാരണം. എന്നാൽ BDJS BJPയിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ കേരളത്തിൽ BJPക്ക് വളരെ കാര്യമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ കോയമ്പത്തൂരിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കാരണം ശ്രീ പത്മകുമാർ, തുഷാർ വെള്ളാപ്പള്ളിയെ കോയമ്പത്തൂരിൽ അമിത്ഷാ വിളിച്ചതിന് അത്തരത്തിൽ മാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് വാർത്തകളും റിപ്പോർട്ടിങ്ങും പുറത്തെത്തുന്നത്. ശ്രീ പത്മകുമാർ താങ്കൾ ഉണ്ടോ ലൈനിൽ? ഇല്ല. ഷാജി, അതായത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഒരു പക്ഷേ 3 വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഒന്ന്, വ്യക്തമായി UDFുമായി ചില ധാരണകൾ വെള്ളാപ്പള്ളി നടേശൻ മുമ്പോട്ട് വെച്ചു എന്നത് ഒന്ന്. 2, BJPയുമായി കൃത്യമായി തെറ്റലിലേക്ക് തന്നെ അവഗണനയിൽ മനം മടുത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് 2. 3, BJPയിൽ നിന്നും പരമാവധി സ്ഥാനങ്ങൾ സമ്മർദ്ദത്തിലൂടെ വാങ്ങാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ തന്ത്രം. ഈ രീതിയിൽ 3 തരത്തിലാണ് ഈ വാർത്തയുടെ മാനങ്ങൾ വികസിച്ചത്. ഈ ഘട്ടത്തിലാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും ഉള്ള സഹകരണം ഉണ്ടാകില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്.
അങ്ങനെയെങ്കിൽ അമിത്ഷാ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിക്കുക വഴി ഒരുപക്ഷെ വളരെ ഗൗരവമായി തന്നെ കേരളത്തിൽ എൻ ഡി എയുടെ വിഷയത്തെ BJP കാണുന്നു, ആ രീതിയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് അടിവരയിടേണ്ടി വരും ഈ ഘട്ടത്തിൽ. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നടേശൻ പറഞ്ഞതും അത് തന്നെയാണ്. BJPയുടെ സംസ്ഥാന നേതാക്കൾ പലതവണ കേന്ദ്ര നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് പോയിരുന്നു. പക്ഷേ ഇവരെ ആരെയും തന്നെ അവർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. തങ്ങളുമായിട്ട് നേരിട്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ നേതൃത്വത്തെ പൊതുവെ BJPയുടെ കേന്ദ്ര നേതൃത്വം അവഗണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള നേതാക്കളുമായിട്ട് കേന്ദ്ര നേതാക്കളെ കാണാൻ പോയി കഴിഞ്ഞാൽ യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് പോലും അവഗണിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തിലെ BJP എന്നാണ് SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വാർത്ത പുറത്തു വരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് തുഷാറിനെ കോയമ്പത്തൂരിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ BJP അതോടൊപ്പം തന്നെ BJPയെ സഹായിച്ചുകൊണ്ടിരുന്ന BDJS പൂർണ്ണമായിട്ടും ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാത്ത സാഹചര്യമുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം ഒരു അടുത്ത നിലപാട് അല്ലെങ്കിൽ അടുത്ത ഒരു മുന്നണി എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നില്ല. NDA എന്നുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നില്ല. അതിന് പ്രധാന കാരണം BJPയുടെ ഭാഗത്തു നിന്നുള്ള ചില നീക്കുപോക്കുകളൊക്കെ തന്നെയാണ്. ഇതിനെതിരായിട്ടാണ് കേന്ദ്ര നേതൃത്വവുമായിട്ട് പലതവണ ചർച്ച നടത്തിയിരുന്നു. ഇത്തരം ചർച്ചകളൊക്കെ തന്നെ ഫലപ്രാപ്തിയിലെത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു കാരണമായിട്ട് എടുത്തുകൊണ്ട് BDJS ശക്തമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നിർണായകമായ ഡെവലപ്മെന്റ്സ് ആണ് NDAയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഹകരിക്കില്ല BJPയുമായി എന്ന് അസന്നിഗ്ധമായി പീപ്പിൾ TVയിൽ അന്യോന്യം പരിപാടിയിലൂടെ NP ചന്ദ്രശേഖരൻ നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറയുകയാണ്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വികസിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിച്ചവർക്ക് ഞങ്ങൾ മറുപടി നൽകും, അല്ലെങ്കിൽ സഹായിക്കും എന്നും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തു. ഒപ്പം തുഷാർ വെള്ളാപ്പള്ളിയെ അമിത്ഷാ നാളെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൽ എന്നുള്ളത് കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ശ്രീ ഷാജഹാൻ നൽകിയത്. ഒപ്പം പ്രതികരണങ്ങളാണ് JR പത്മകുമാറും ജേക്കബ് ജോർജും നൽകിയത്.